ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ജൂലൈ 11. ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷം ഏത്? 1989. ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എന്ന്? 1990 ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ 11 ആചരിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ്? ഡോക്ടർ KC സക്കറിയ. ലോകബാങ്കിലെ സീനിയർ ഡെമോഗ്രാഫർ ആയിരുന്നു ഇദ്ദേഹം. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ ഗ്രാന്റ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ഏത് വർഷം? 1872. ഇന്ത്യൻ സെൻസസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? റിപ്പൺ പ്രഭു. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഡെമോഗ്രാഫി. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുട്ടിയുടെ പേര്? ആസ്ത. ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 9. 1951 ഫെബ്രുവരി 9 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 9 ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. ലോക ജനസംഖ്യ 800 കോടി തികച്ച കുട്ടിയുടെ പേരെന്ത്? വിൻസ് മബൻസാഗ്, ഫിലിപ്പീൻസ്. ജനനം 2022 നവംബർ 15. ലോക ജനസംഖ്യ 700 കോടി തികച്ച കുട്ടിയുടെ പേര്? സാദിയ സുൽത്താന, ബംഗ്ലാദേശ്. ജനനം 2011. ലോക ജനസംഖ്യ 600 കോടി തികച്ച കുട്ടിയുടെ പേരെന്ത്? അദ്നാൻ മെവിച്ച്, ബോസ്നിയ. ജനനം 1999 ഒക്ടോബർ 12. ലോക ജനസംഖ്യ 500 കോടി തികച്ച കുട്ടിയുടെ പേര്? മതേജ് ഗാസ്പർ, ക്രൊയേഷ്യ. ജനനം 1987 ജൂലൈ 11. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏത്? ഏഷ്യ. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ രാജ്യം ഏത്? ചൈന. 1980. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബീഹാർ. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഏത് രാജ്യത്തിൻ്റേതാണ്? ഇന്ത്യയുടെ. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 121 കോടി. സെൻസസ് എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? സെൻസറെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന്. തിട്ടപ്പെടുത്തുക എന്നാണ് അർത്ഥം. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏത്?
ഓസ്ട്രേലിയ. കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏത്? ഇടുക്കി. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം ഏത്? വത്തിക്കാൻ സിറ്റി. സാക്ഷരത നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബീഹാർ. കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏത്? പാലക്കാട്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? 3-ാം സ്ഥാനം. ഇന്ത്യയിൽ ആദ്യത്തെ പൂർണ്ണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്ന വർഷം ഏത്? 1881. ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തോമസ് റോബർട്ട് മാൽത്തൂസ്. പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? തോമസ് റോബർട്ട് മാൽത്തൂസ്. ലോക ജനസംഖ്യാ വർഷമായി UN ആചരിച്ച വർഷം ഏത്? 1974. ജനസംഖ്യാ വിസ്ഫോടന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? തോമസ് റോബർട്ട് മാൽത്തൂസ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI നൽകുന്ന സവിശേഷമായ തിരിച്ചറിയൽ രേഖ ഏതാണ്? ആധാർ കാർഡ്. NPRൻ്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് ആരുടെ നിയന്ത്രണത്തിലാണ്? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ സെൻസസ് നടത്തിപ്പിൻ്റെ ചുമതല വഹിക്കുന്നത് ആരാണ്? സെൻസസ് കമ്മീഷണർ. കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല ഏത്? മലപ്പുറം ജില്ല. കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ഏത്? പത്തനംതിട്ട. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ വർഷം ഏത്? 1987 ജൂലൈ 11. ദേശീയ ജനസംഖ്യാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ രൂപീകരിച്ച സെൻസസ് നടന്ന വർഷം ഏതാണ്? 2011 സെൻസസ്. ലോകത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യം ഏതാണ്? മൊണാക്കോ. ലോക ജനസംഖ്യ എത്ര കോടിയായതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്? 500 കോടി. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത്? ചൈന. ഇന്ത്യയിൽ ജനസാന്ദ്രത കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? മിസോറാം. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ പ്രദേശം ഏതാണ്?
കുറങ് കുമൈ, അരുണാചൽ പ്രദേശ്. ദേശീയ ജനസംഖ്യാ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ്? 11 മെയ് 2000. രാജ്യവ്യാപകമായി വിപുലമായ ജനസംഖ്യാ കണക്കെടുപ്പ് ആദ്യം നടത്തിയ രാജ്യം ഏത്? ചൈന. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. ആധാർ എന്ന ഹിന്ദി പദത്തിൻ്റെ അർത്ഥം എന്താണ്? അടിത്തറ. ഡെമോഗ്രാഫി എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്ന്? ഗ്രീക്ക്. ഡെമോഗ്രാഫി എന്ന പദത്തിലെ ഡെമോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങൾ. ഡെമോഗ്രാഫി എന്ന പദത്തിലെ ഗ്രാഫി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വരയ്ക്കുക അല്ലെങ്കിൽ എഴുതുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഏത് ഏജൻസിയുടെ നേതൃത്വത്തിൽ ആണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്? UNDP അഥവാ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? മേഘാലയ. ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത്? നാഗാലാൻഡ്. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ രാജ്യം ഏത്? ഗ്രീൻലാൻഡ്. ഇന്ത്യയിൽ ആദ്യമായി ജാതീയ സെൻസസ് നടന്ന വർഷം ഏത്? 2011. ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ ലക്ഷ്യമെന്ത്? ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക. കാനേഷുമാരി അഥവാ സെൻസസ് എന്ന പദം ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? കൗടില്യൻ. അർത്ഥശാസ്ത്രം എന്ന കൃതിയിൽ.